Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. ഇവിടെ ഡിസാസ്റ്ററിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നില്ലേ? അതെ. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which phase of disaster? ശ്രദ്ധിക്കാട്ടോ. Which phase of disaster involve assessing risk and training people to be prepared? Which phase of disaster involve assessing risk and training people to be prepared? Option: impact phase, alert phase, pre-disaster phase, post-impact phase. റിസ്കുകൾ അസസ് ചെയ്യുന്നതും ട്രെയിനിങ് പ്രിപ്പയർഡ് ആവുന്നതൊക്കെ എപ്പോഴാണ്? ഏത് ഫേസിലാണ്? ഏത് ഫേസ് ആണ്? പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ? ഡിസാസ്റ്ററിന് തൊട്ട് മുൻപുള്ള ഘട്ടമാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. നമ്മൾ ട്രെയിനിങ് ചെയ്യും പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഏത് മേഖലയിലായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. ശ്രദ്ധിക്കാം കേട്ടോ. Training for preparedness in the pre-disaster phase aims to develop which skill? നമ്മൾ ഈ ഒരു സമയത്ത് ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ പ്രിപ്പയർനെസിന്റെ ഭാഗമായിട്ട് ഏത് സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. Advanced surgical techniques, long-term psychological counseling, triage of the wounded, and maybe media and press relations. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ? ട്രയേജ് ഓഫ് ദ wounded ആണ്. ഓക്കെ, യെസ്. Okay. Next one, the phase when a disaster is developing is known as dash. The phase when a disaster is developing. A disaster phase develop ചെയ്യുന്ന ഘട്ടം ഏതാണ്? Impact phase, alert phase, recovery phase, pre-disaster phase. ഏതാണ്? ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഘട്ടം ഏതാണ്? Impact phase, alert phase, recovery, pre-disaster. ഇതിലേതാണ്? ആൻസർ ബി ആണ് കേട്ടോ. അലേർട്ട് ഫേസ് ആണ്. അതായത് ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അലേർട്ട് ഫേസിലാണ് കേട്ടോ. വന്നു വരുന്നത് അലേർട്ട് ഫേസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, most
മരണങ്ങൾ. മോസ്റ്റ് ഡെത്ത് ഇൻ എർത്ത് ആർ ഡ്യൂ ടു എർത്ത് മൂലം നടക്കുന്ന മരണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഒന്ന് സ്റ്റാർവേഷൻ, then infectious disease, yes. Crushing injuries from falling objects, none of the above. Crushing injuries from falling objects. Option ഏതാണ്? സി ആണ് അല്ലേ? എന്തെങ്കിലും ഒബ്ജക്ട്സ് താഴേക്ക് വീഴുന്ന, അതായത് എർത്ത് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏറ്റവും പറ്റുന്ന ഒരു അപകടമാണ് എന്ത്? മുകളിൽ നിന്നുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രഷിംഗ് ഇഞ്ചുറീസ് ഉണ്ടാവുന്ന സമയത്ത് അതൊക്കെ ഒബ്ജക്ട്സിലൊക്കെ താഴേക്ക് വീഴുന്നത്. അതുമൂലം പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നു. ഇനി എർത്ത് എന്താണ്? രാത്രി സംഭവിക്കുമ്പോൾ അല്ലെ, നമുക്ക് നമ്മൾ പറയാറുണ്ട് രാത്രി ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ ഇഞ്ചുറീസ് പറ്റാറുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Earthquakes are more deadly when they occur at night because dash. Answers നോക്കാം. Emergency services are closed. People are lying in bed, leading to more severe fractures. The ground shakes more violently at night. There is no electricity. രാത്രി കാലങ്ങളില് എർത്ത് ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അപകടം എന്താണ്? എങ്ങനെയായിരിക്കും അവിടെ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക രാത്രി കാലങ്ങളിലാണെങ്കിൽ? പീപ്പിൾ ആർ ലൈയിങ് ഇൻ ബെഡ് അല്ലെ. Then and leading to more severe fractures നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, the prepositioning of relief supplies. The prepositioning of relief supplies like blankets and tents occurs in which phase? ഏത് ഫേസിലാണ് നമ്മൾ റിലീഫ് സപ്ലൈസ് ആയ ബ്ലാങ്കറ്റ്സുകളും ടെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്? ഏത് ഫേസിലാണ്? പോസ്റ്റ് ഇമ്പാക്ട് ഫേസ്, പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഇമ്പാക്ട് ഫേസ്, റിക്കവറി ഫേസ്. ഇതായിരിക്കും റിലീഫ് സപ്ലൈസുകൾ ഉപയോഗിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് ആണോ, പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണോ, ഇമ്പാക്ട് ഫേസ് ആണോ, റിക്കവറി ഫേസ് ആണോ? ഇതൊക്കെ പ്രിപ്പോസിഷൻ ചെയ്യുന്നത് ഏത് സമയത്താണ്, ഏത് ഘട്ടത്തിലായിരിക്കും? ആസ് എ പാർട്ട് ഓഫ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഘട്ടം ഏതാണ്? ട്രെയിനിങ്ങിന്റെ ഭാഗമായി നടക്കുന്ന ഫേസ് ഏതാണ്? ഇമ്പാക്ട് ആണോ? പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് കേട്ടോ. പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. ഓക്കെ, ഇനി ഡേ ടൈമില് എർത്ത് ഉണ്ടാവുന്ന സമയത്ത് ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇഞ്ചുറീസ് ആണ് സംഭവിക്കുന്നത്? ഡേ ടൈമിൽ എർത്ത് ഉണ്ടാവുന്ന സമയത്ത് in the daytime earthquake injuries are more frequent to which parts of the body? ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഡേ ടൈമിൽ എർത്ത് ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നത്? ഏതൊക്കെയാണെന്ന് നോക്കാം. pelvis and spine, thorax and internal organs, arms, legs and skull, abdomen and hips. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ആംസ്, ലെഗ്സ് ആൻഡ് സ്കൾ. ആംസ്, ലെഗ്സ് ആൻഡ് സ്കളിനാണ് ഡേ ടൈമിൽ ഉണ്ടാകുന്ന സമയത്ത് ഇഞ്ചുറീസ് പറ്റുന്നത്. The word rage comes from a French word meaning dash. The word rage comes from a French word meaning to treat, to sort out, to rescue, to evacuate. എന്താണ്? to sort out. അങ്ങനെ പറഞ്ഞു തോന്നുന്നു അല്ലെ. To sort out ആണ് അല്ലെ. Yes. ഇനി which triage category? Triage category നമ്മുടെ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ, പഠിക്കണം. 1, 2, 3, 4 എന്നുള്ള ഭാഗങ്ങള് നോക്കണം കേട്ടോ ട്രയേജില്. അതില് which triage category require immediate life
ട്രീറ്റ്മെന്റ്, ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ്. ഏത് കാറ്റഗറിയിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലൈഫ് ട്രീറ്റ്മെന്റ് വരേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ്, കാറ്റഗറി 2 ഡിലൈഡ് ട്രീറ്റ്മെന്റ്, കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് കാറ്റഗറി 4 എക്സ്പെക്ടഡ് ട്രീറ്റ്മെന്റ്. ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ വരുന്നത്. ഇമ്മീഡിയറ്റ് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടും കേട്ടോ. യെസ്, അത് നോക്കി പഠിക്കണം കേട്ടോ. അത് കാറ്റഗറി 2 എന്താണ്? ഡിലൈഡ് ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ ഈ പെർസെന്റേജ് നോക്കണം, അപ്രോക്സിമേറ്റ്ലി 40%, അപ്രോക്സിമേറ്റ്ലി 20% എന്നുള്ള ഭാഗം കൂടി നോക്കണം കേട്ടോ. എങ്ങനെ അതും കൂടി ചോദിച്ചാലോ? ഓക്കെ, ചോദിക്കുന്നുണ്ട്, ശരിയാണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് ഓഫ് കാഷ്വാലിറ്റീസ് ഫോൾ ഇൻ ടു കാറ്റഗറി 1? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിൽ വരുന്നത് എത്ര പെർസെന്റേജ് ആണെന്ന്? ഏതാണ്? സി, 20% ആണ് കേട്ടോ. യെസ്, അപ്പൊ അതൊന്ന് നോക്കിയാക്കണേ, മൂന്നെണ്ണം. ഓക്കെ. എ പേഷ്യന്റ് വിത്ത് സിവിയർ ബ്ലീഡിംഗ്, എ പേഷ്യന്റ് with severe bleeding from accessible sources put in which triage category? Severe bleeding ഉള്ളത് ഏത് കാറ്റഗറിയിലായിരിക്കും? 1, 2, 3, 4 ഏതായിരിക്കും സിവിയർ ബ്ലീഡിംഗ് വരുന്നത്? കാറ്റഗറി 1 ആണോ 2 ആണോ? കാറ്റഗറി 1 ആണ് അല്ലെ. അപ്പൊ കാറ്റഗറി 1ൽ ഏതൊക്കെ കേസുകൾ ഉൾപ്പെടുന്നു കൂടി നമ്മൾ പഠിക്കണം കേട്ടോ. കാറ്റഗറി 1ൽ എന്തൊക്കെ വരുന്നുണ്ട്? സിവിയർ ബ്ലീഡിംഗ്, obstruction of respiratory tract, pneumothorax, hemothorax, hypovolemic shock, serious injuries to extremities, facial burns, പിന്നെ burns to upper respiratory tract. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നത് ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി ഡിലൈഡ് ട്രീറ്റ്മെന്റിൽ വരുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. 40% ആണ് വരുന്നത്. Fractures, dislocation, injuries, abdomen and thorax, urogenital tract, skull and brain, 2 and 3 burns. Okay, പിന്നെ 3 and 3 burns covering up to 20% of the body. ഏതൊക്കെ കേസുകളാണെന്ന് കൂടി നോക്കാം. ഓക്കെ, then ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. കാഷ്വാലിറ്റീസ് ഇൻ കാറ്റഗറി 2, ശ്രദ്ധിക്കുക, കാഷ്വാലിറ്റീസ് ഇൻ കാറ്റഗറി 2, അതായത് ഡിലേഡ് ട്രീറ്റ്മെന്റ്. ഒരു മിനിറ്റ്, തുറക്കാം.
Okay. Casualties in category 2 can typically wait how long for an operations? എത്ര ടൈമാണ് ഇവിടെ പറയുന്നത് നോക്കി നിങ്ങള് കാറ്റഗറി 2 6 to 8 hours എന്നുള്ളത് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. Collecting balances, bonds and makers. Hours കൊടുത്തിട്ടില്ലല്ലോ 6 to 8 എവിടെയാണോ കണ്ടത്? എവിടെയാ? സെക്കൻഡ് പാരഗ്രാഫില്. യെസ്, ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ഏത് അവേഴ്സിലാണ് അല്ലെ? 6 to 8 hours ആണ് കേട്ടോ. നോക്കണേ, ഒരു ക്വസ്റ്റ്യൻ ഇല്ല എഴുതിയിട്ടില്ലെന്നാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണേ. Casualties in category 2 can typically wait how long for an operation? എത്ര സമയം എടുക്കുന്നുണ്ട് കാറ്റഗറി 2 വരുന്ന കേസുകളില് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? 6 to 8 years ആണ്, 8 hours ആണ് കേട്ടോ. നോട്ട് ചെയ്യാം. A patient with a simple fracture, a small bone would likely be classified as which category? ഏത് കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെടുന്നത്? A patient with a simple fracture of small bones. ഏതാണ്? കാറ്റഗറി 3 ആണ് അല്ലെ? കാറ്റഗറി 3യിലാണ് സിമ്പിൾ സ്മോൾ ഫ്രാക്ചറുകൾ ഉൾപ്പെടുന്നത്. Then which percentage of casualties typically require minimal treatment? What percentage of casualties typically require minimal treatment? 20, 40, 60, 10. എത്ര പെർസെന്റേജ് ആണ്? 40% അല്ലെ? 40% ആണ് എന്ത് വരുന്നത്? മിനിമൽ ട്രീറ്റ്മെന്റ്സ് വരുന്നത്. അതിന്റെ പെർസെന്റേജ് നോക്കാം. Category 4 expected treatment is for patients who are category 4 വരുന്ന പേഷ്യൻസ് എങ്ങനെയുള്ളവരാണ്? കാറ്റഗറി 4 വരുന്നത് slightly wounded, in need of urgent surgery, dying or have no chance of survival with available resources, ready for discharge. ഏതായിരിക്കും കാറ്റഗറി 4 വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ? എന്താണ്? dying or have no chance for survival with available resources. Okay, very good. നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറയണ്ട, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ട്രയേജ് പ്രക്രിയ കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസ് ആരൊക്കെയാണെന്ന്? ട്രയേജ് പ്രക്രിയ കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസ് ആരൊക്കെയായിരിക്കും? ഹൈ എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യനും സർജൻ ആണെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഹൈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യനും സർജൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ. Then a red triage tag signifies which category? A red triage tag signifies which category? ഏത് കാറ്റഗറിയിലാണ്? ഡെഡ്, അർജന്റ്, വാക്കി വുഡഡ്, ക്രിട്ടിക്കൽ. റെഡ് ടാഗ് ഏതാണ്? റെഡ് ടാഗ് ക്രിട്ടിക്കൽ. ടാഗ് കളർ ടാഗ് ആണ് പറയുന്നത് കേട്ടോ. കളർ ടാഗ് ഏതൊക്കെയായിരുന്നു? റെഡ് പറഞ്ഞു, റെഡ്, ഗ്രീന്, യെല്ലോ ഉണ്ട് അല്ലെ? ബ്ലാക്ക് ഉണ്ട്. ഇവിടെ റെഡ് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആണ് അല്ലെ? ക്രിട്ടിക്കൽ കേസസുകളാണ് റെഡ് ടാഗ് ഡിനോട്ട് ചെയ്യുന്നത്.
ഇനി a patient with a yellow triage tag is a patient with a yellow triage tag is considered as dash. Category 1, 2, 3, 4. എന്തായിരിക്കും യെല്ലോ ടാഗ് വരുന്ന പേഷ്യൻസ് കാറ്റഗറി 2 ആണല്ലേ. സീരിയസ്ലി ഇൻജേർഡ് ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണ്. സീരിയസ്ലി ഇൻജേർഡ് ആണ്, പക്ഷെ എന്താണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല കാറ്റഗറി 2 വരുന്നത്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന കളർ ടാഗ് ഏതാണ്? യെല്ലോ ആണ് കേട്ടോ. What color tag is used for dyeing? What color tag is used for dyeing? Red, yellow, green, black. എന്താണ്? Black. Okay. ഇനി നമ്മൾ ഈ കളർ ടാഗ് അനുസരിച്ച് പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രയേജ് ചെയ്യുന്ന സമയത്ത് കളർ ടാഗ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിന്റെ കറക്റ്റ് ഓർഡർ എന്താണെന്ന് നോക്കാം കേട്ടോ. What is the priority of evacuating? ഇവാക്യുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് കളർ ടാഗ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും കോഡ് ചെയ്യുന്നത് അല്ലെ. ക്വസ്റ്റ്യൻ എന്താണ്? What is the priority for evacuating patient from a disaster site? ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് പേഷ്യന്റിനെ ഏതൊക്കെ കളർ കോഡ് അനുസരിച്ചിട്ടാണ് ഇവാക്യുവേറ്റ് ചെയ്യുന്നത്? അതിന്റെ കളർ കോഡിന്റെ കറക്റ്റ് ഓർഡർ എന്താണെന്ന് പറയണം കേട്ടോ. ഓപ്ഷൻസ് നോക്കാം. ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക്. ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി എന്താണ്? ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ, റെഡ്. ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ, റെഡ്. ഓപ്ഷൻ സി റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. None of the above. ഓപ്ഷൻ സി ആണ് അല്ലെ. ഇതാണ് ആദ്യം നമ്മൾ കൊടുത്താക്കിയതാണ് റെഡ്, then second one യെല്ലോ, then green and black അല്ലെ. പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് ഈ കളർ കോഡ് കൊടുത്തിട്ടാണ് പേഷ്യൻസിന് നമ്മൾ അവിടുത്തെ കൊണ്ടുപോകുന്നത് അല്ലെ. ഓർത്ത് വെക്കണം, റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. ഓക്കെ. The green triage tag is applied. The green triage tag is applied to which type of patients? The ambulatory patient, those requiring immediate surgery, those with severe abdominal injuries, those who are deceased. എന്താണ്? ambulatory patient അല്ലെങ്കിൽ walking wounded patients ആണ് അല്ലെ. green tag denote ചെയ്യുന്നത് walking wounded patients ആണ്, അല്ലെങ്കിൽ ambulatory patients ആണ് അല്ലെ. Okay, very good. Who is responsible for dealing with the relatives of the injured and the dead as well as public relations? Who is responsible for dealing with the relatives of the injured and dead as well as public relations? ആരാണ് ഡീൽ ചെയ്യുന്നത്? റിലേറ്റീവ്സിനെ പബ്ലിക് റിലേഷൻസ് സമയത്ത് ഡീൽ ചെയ്യുന്നത് ആരാണ്? സീനിയർ സർജൻ ഓൺ ഡ്യൂട്ടി, the director of deputy superintendent, medical superintendent, head nurse, any available volunteer. ആരായിരിക്കും? സീനിയർ സർജൻ ആണോ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണോ? റിലേറ്റീവ്സിനെ ഡീൽ ചെയ്യുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് കേട്ടോ. ഡെപ്യൂട്ടി ഓർ ഡയറക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ആണ് കേട്ടോ. ഓക്കെ. Yes. Next one. What is the primary task of a hospital disaster committee? What is the primary task of a hospital disaster committee? Hospital disaster committee primary task എന്താണ്? പ്രൈമറി ആയിട്ടുള്ള ടാസ്ക് എന്താണെന്നാണ് നോട്ട് ചെയ്യാട്ടോ. സോറി, ശ്രദ്ധിക്കാം. ഓപ്ഷൻസ്: to organize staff parties, to organize staff parties, to assess the hospital capabilities and prepare a disaster plan, to
to assess the hospital's capabilities and prepare a disaster plan. ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞു അല്ലെ? എന്താണ് ആൻസർ? ബി തന്നെയാണ് അല്ലെ? ഒന്നുകൊണ്ട് ശ്രദ്ധിക്കാം. ഓപ്ഷൻ സി കൂടി പറയട്ടെ കേട്ടോ. To decide on the color scheme for the hospital ward. To decide on color scheme for the hospital wards. To manage the hospital investment portfolio. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? പ്രൈമറി ടാസ്ക് എന്താണ് ഡിസാസ്റ്റർ കമ്മിറ്റിയുടെ? ഹോസ്പിറ്റലിലെ ക്യാപ്പബിലിറ്റീസ് അനുസരിച്ചിട്ട് ഒരു ഡിസാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഡിസാസ്റ്റർ കമ്മിറ്റിയുടെ ഫസ്റ്റ് പ്രൈമറി പർപ്പസ് ഇതാണ്. ഓക്കെ, ക്ലിയർ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. In case of telephone failure, last ഭാഗമാണ്. In cases of telephone failure, what system should be in place? ഇവിടെ ടെലിഫോൺ സിസ്റ്റം ഫെയിലിയർ ആവുന്ന സിറ്റുവേഷൻസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക കേട്ടോ. An organized messenger system sending message via taxi using smoke signals communicating only through email. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ടെലിഫോൺ ഫെയിലിയർ ആവുന്ന സമയത്ത് എന്ത് തയ്യാറാക്കുന്നതാണ് പറഞ്ഞത്? നമ്മുടെ ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും തടസ്സമാകുന്ന ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി എന്ത് ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പഠിച്ചത്? ഓർഗനൈസ്ഡ് മെസ്സഞ്ചർ ടീം. മറന്നുപോയ നിങ്ങള്? ഇപ്പോ താൽക്കാലികമായിട്ട് ഫോൺ സിസ്റ്റം ഒക്കെ കംപ്ലൈന്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ തകരാറുകൾ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഓൾറെഡി ഒരു മെസ്സഞ്ചർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ കുറച്ച് സ്റ്റാഫുകളാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അതായത് ഇതാണ് ഓർഗനൈസ്ഡ് മെസ്സഞ്ചർ സിസ്റ്റം. ഏത് സമയത്ത് ഉണ്ടാവും? ഇൻ കേസ് ഓഫ് ടെലിഫോൺ ഫെയിലിയർ. ടെലിഫോൺ ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെസ്സഞ്ചർ ടീമിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർക്കണേ, അത് പഠിപ്പിച്ചിട്ടുള്ളല്ലേ ലാസ്റ്റ് ഭാഗത്തൊക്കെ? Why is proper identification and disposal of dead bodies a serious problem? Why is proper identification and disposal of dead bodies a serious problem? എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡെഡ് ബോഡീസിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്? സീരിയസ് പ്രോബ്ലം ആകാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. It is expensive. It requires a lot of paperwork. It takes up too much time. It involves medical formalities. ഡെഡ് ബോഡീസ് ഒക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? ഫോർമാലിറ്റീസ് ഉണ്ടല്ലേ? മെഡിക്കൽ ഫോർമാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം അത് ഡെഡ് ബോഡീസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത ശേഷം മാത്രമായിരിക്കും നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്താണ്? മറ്റു അനുമതികൾ നമ്മൾ അതിന് മുമ്പ് വാങ്ങിക്കും. എല്ലാ ഡെഡ് ബോഡീസ് ചിലപ്പോൾ നമുക്ക് എന്താണ് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ പറ്റുന്ന വരില്ല അല്ലെ? അപ്പൊ അതിനാൽ തന്നെ നമ്മളൊരു ഹയർ അതോറിറ്റിയുടെ അനുമതി വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ സംസ്കരിക്കാനുള്ള അത്തരം പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ പോലും എന്താണ് ഇവിടെ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് വൈകാൻ കാരണം ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ.
പ്രത്യേകമായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബോഡി ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും റിസ്ക് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. What is the role of nursing superintendent in a disaster? Nursing superintendent role എന്താണ് ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം കേട്ടോ. നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ റോൾ എന്താണ്? To perform all the surgeries, to handle media and inquiries, to allocate nursing and paramedical staff, to drive the ambulance. Option C ആണ് അല്ലെ, to allocate nursing and paramedical staff. മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും അനുവദിക്കുന്നത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഇന്റേണൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്ററുടെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. ഇന്റേണൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്ററിന്റെ എക്സാമ്പിൾസ്. Which of these are an example of an internal hospital disaster? ഏതൊക്കെയാണെന്ന് നോക്കാം. An earthquake in a nearby city, a major fire within the hospital, a highway accident with many casualties, a hurricane warning for the region. ഇന്ത്യയുടെ ഡിസാസ്റ്റർ ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് അല്ലെ, ഫയർ വിത്ത് ദ ഹോസ്പിറ്റൽ. മേജർ ഫയർ വിത്ത് ദ ഹോസ്പിറ്റൽ ആണ് ഇന്ത്യയുടെ ഡിസാസ്റ്റർ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, മറ്റേത് എന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻജുറീസ് ആണ് അല്ലെ, ഡിസാസ്റ്റേഴ്സ് ആണ്. Next one, a unified medical command. A unified medical command is an essential component of DASH. ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ കമാൻഡ് ഏത് സിറ്റുവേഷൻസിലാണ് നമ്മൾ എടുക്കുന്നത്? ഹോസ്പിറ്റൽ ഡെയിലി റുട്ടീൻ, ദ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, എ ഡിസാസ്റ്റർ പ്ലാൻ, ദ സ്റ്റാഫ് കഫ്റ്റേരിയ. ഏത് സമയത്താണ് നമ്മൾ യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ്? ഓപ്ഷൻ സി, ഡിസാസ്റ്റർ പ്ലാനിലാണ് ഉൾപ്പെടുത്തുന്നത് അല്ലെ. ഡിസാസ്റ്റർ പ്ലാനിലാണ് നമ്മൾ യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് ഹോസ്പിറ്റലിനകത്ത് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നത്? An incinerator is necessary in hospital for what purpose? Cooking for patient food, heating the hospital in winter, disposal of hospital waste, none of the above. ഏതാണ് ആൻസർ വരുന്നത്? ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്ന ഏതിലാണെന്നാണ് നമ്മൾ പഠിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്? എന്ത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ലെ. ഹോസ്പിറ്റൽ വേസ്റ്റ്സ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മെഡിക്കൽ സ്റ്റോറിൽ ഉൾപ്പെടുത്താത്ത മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. Which of the following is not a category for classifying medical store? Which of the following is not a category for classifying medical stores? ശ്രദ്ധിക്കാം. മെഡിസിൻ ആൻഡ് ഡ്രഗ്സ്, സർജിക്കൽ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ഓഫീസ് സ്റ്റേഷനറി, IV ഫ്ലൂയിഡ്. ഏതായിരിക്കും മെഡിക്കൽ സ്റ്റോറിൽ ഉൾപ്പെടുത്താത്ത മെറ്റീരിയൽ ഇതില്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഏതാണ്? ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് ആണ് മെഡിക്കൽ സ്റ്റോർസിൽ ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം മെഡിസിൻസ്, ഡ്രഗ്സ്, സർജിക്കൽ ഡ്രസ്സിംഗ്സ്, IV ഫ്ലൂയിഡ് എല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ്, മെഡിക്കൽ സ്റ്റോർസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഹോസ്പിറ്റലിനകത്തെ വാട്ടർ സപ്ലൈയിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ സംഭവിച്ചത് മലിനമാക്കപ്പെട്ടാൽ എന്താണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഏത് ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത്? If a hospital's water supply is contaminated, what action must be taken? Use bottled water for everything. എല്ലാവരും bottled waters ഉപയോഗിക്കും. അല്ലെങ്കിൽ എന്താണ്? Chlorination of water and activation of an alternative plant. Ask the patient to bring their own water close to the hospital. ഇതിൽ ഹോസ്പിറ്റൽ അടച്ചിടും അല്ലെങ്കിൽ പേഷ്യൻസിനോട്
നിങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറയും, അല്ലെങ്കിൽ എന്താണ് ബോട്ടിൽസ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ക്ലോറിനേഷൻ ചെയ്യും അല്ലെ, വാട്ടർ ക്ലോറിനേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും മലിനമാകുകയോ ചില നമ്മൾ ക്ലിയർ ചെയ്യും. ഇത് ഏതാണ് ആൻസർ വരുന്നത്? ഇ ആണ് അല്ലെ. യെസ്, ക്ലോറിനേഷൻ ഓഫ് വാട്ടർ ആൻഡ് ആക്ടിവേഷൻ ഓഫ് ആൻ alternation plan. Okay, alternate plan. Okay. Air conditioner tanks may be used as air conditioner tanks may be used as air conditioner ടാങ്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷൻസിലാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. A waiting area for visitors, a temporary emergency mortuary, an outdoor cafeteria, a playground for children. ഇതായിരിക്കും ആൻസർ. എയർ കണ്ടീഷണർ ടാങ്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെമ്പററി എമർജൻസി മോർച്ചറി ആയിട്ട്. മോർച്ചറിയുടെ ഭാഗം പഠിച്ചില്ലേ നമ്മുടെ ലാസ്റ്റ് ഡെഡ് ബോഡീസിന്റെ ഒക്കെ ആ ഭാഗത്തുണ്ട് കേട്ടോ. എന്താണ് ഒരു ടെമ്പററി എമർജൻസി മോർച്ചറി ആയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷൻ ടാങ്കുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. Next one. What is the final step in suggested step-by-step approach to disaster preparedness? That's the final step in the suggested step-by-step approach to disaster preparedness. Forming a disaster committee, reviewing the hospital capabilities, preparing the disaster plan, rehearsing and updating the plan. The final step and the last of them. Final step എന്തായിരിക്കും ഇതില്? ഓപ്ഷൻസ് ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഫോമിംഗ് എ ഡിസാസ്റ്റർ കമ്മിറ്റി, ആദ്യം ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. പിന്നെ എന്താണ്? റിവ്യൂ ചെയ്യുന്നു ഹോസ്പിറ്റൽ കാപ്പബിലിറ്റീസിനെ കുറിച്ച്. ഡിസാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. Then rehearsing and updating the plan. ലാസ്റ്റ് എന്തായിരിക്കും വരുന്നത്? ലാസ്റ്റ് അപ്രോച്ച് എന്തായിരിക്കും? ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ പി ആണ് അല്ലെ. റിഹേഴ്സിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് ദ പ്ലാൻ ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ പ്ലാൻ എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് റിഹേഴ്സ് ചെയ്യുന്നു. ഓക്കെ. Then who should be assigned to an information center during a disaster? ആരാണ് ഇൻഫോർമേഷൻ സെന്റർ അസൈൻ ചെയ്യുന്നത് ഡിസാസ്റ്റർ ടൈമിൽ? ഏത് വ്യക്തിയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. The chief of surgery, a public relation officer, a security guard, a random volunteer. ആരായിരിക്കും ഇൻഫോർമേഷൻ സെന്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത്? ചീഫ് ഓഫ് സർജറി ആണോ, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണോ, സെക്യൂരിറ്റി ഗാർഡ് ആണോ? ആരായിരിക്കും? ഓപ്ഷൻ ബി പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ. പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, വെരി ഗുഡ്. ഡിസാസ്റ്റർ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജനറൽ ടേംസിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ജനറൽ ടേംസ് ചാപ്റ്റർ 8 മൊഡ്യൂള് 7. ഷെയർ ആവുന്നില്ല കേട്ടോ, നിങ്ങൾ ടെക്സ്റ്റ് നോക്കാം. Wednesday
ഫ്രൈഡേ കൂടി ഇനി ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലെ? എന്റെ പീരീഡ് കാര്യങ്ങൾ പറഞ്ഞാ നെക്സ്റ്റ് വീക്ക് കൂടി അല്ലേ ക്ലാസ് ഉള്ളൂ നിങ്ങൾക്ക്? കഴിഞ്ഞു 27th തീരും നെക്സ്റ്റ് ഫ്രൈഡേ കേട്ടോ. യൂണിറ്റ് 8 കേട്ടോ. യൂണിറ്റ് 8 7th മുതൽ ടേംസ്. ഷെഡ്യൂൾഡ് ഡ്രഗ്സ് ഒക്കെ പഠിച്ചത് നിങ്ങളാ? ഓരോ ലെറ്റേഴ്സും പഠിച്ചു കേട്ടോ. പഠിക്കുന്നില്ല ഷെഡ്യൂൾഡ് ഡ്രഗ്സുകള്? ഓക്കെ, സോറി ഇത് ഷെയർ ആവുന്നില്ല കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക, അതുകൊണ്ടാണെന്ന് അറിയില്ല സ്ക്രീൻ ഷെയർ ആവും. ഇതിന്റെ ജനറൽ ടേംസ് എന്താന്ന് പഠിക്കാം. ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട് അല്ലെ? മെഡിക്കൽ ടെർമിനോളജി. It also termed as medical terminologies. Medical terminology refers to the vocabulary and the medical profession used to describe the body, what it does, diseases that impact in and procedure to correct it, enabling precise communication among practitioners. Medical terms helps describe the medical history of a patient. Okay, അപ്പൊ മെഡിക്കൽ ടേംസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ റെഫർ ചെയ്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയല്ലേ അല്ലെ? ഇത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആരാണിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സ്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സോ സ്റ്റാഫുകളും ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തയ്യാറാക്കിയിരിക്കുന്ന കുറച്ച് ടേംസുകളാണ്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻസ് നോക്കാം. സ്റ്റാൻഡേർഡൈസ്ഡ് കെയർ കിട്ടുന്നത് ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് മോർ എഫിഷ്യൻസി ഇൻ ഹെൽത്ത് കെയർ എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് പറയുന്നത്. പിന്നെ മെഡിക്കൽ ടേംസ് ഫോർ പേഷ്യന്റ് സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? അതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന്റെ സ്റ്റാറ്റസിന്റെ ഇതിനനുസരിച്ച് നമ്മള് മെഡിക്കൽ ടേംസുകൾ അക്യൂട്ട്, ക്രിട്ടിക്കൽ, ഇൻപേഷ്യന്റ്, ഒബ്സർവേഷൻ, ഔട്ട് പേഷ്യന്റ് എന്ന രീതിയിൽ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന്റെ എന്തിന്റെ വിലയിരുത്തലാണ്? സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് അല്ലെ? ഓക്കെ, പിന്നെ കണ്ടീഷൻസ് ആൻഡ് ഡിസീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് അത്യാവശ്യം എന്താണ് കുറച്ച് ടേംസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. What is the patient status for someone experiencing a sudden flare-up that require immediate care? ഏത് ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ് ആണ് അതിൽ വരുന്നത്? What is the patient status? ഏത് അവസ്ഥയാണ് പേഷ്യന്റ് അതിൽ വരുന്നത്? എക്സ്പീരിയൻസിങ് സഡൻ ഫ്ലെയർ-അപ്പ് ദാറ്റ് റിക്വയർ ഇമ്മീഡിയറ്റ് കെയർ വരുന്നത് ഏത് തരം ട്രീറ്റ്മെന്റ് ആണ്? ഏത് തരം കെയർ സ്റ്റാറ്റസ് ആണ്? ക്രിട്ടിക്കൽ ആണോ, ഇൻപേഷ്യന്റ് ആണോ, ഒബ്സർവേഷൻ ആണോ? Acute ആണ് അല്ലേ? യെസ്, acute ആണ് കേട്ടോ. Okay, then a patient whose vital signs are abnormal and who may be unconscious is considered to be in a what state? A patient's vital signs are abnormal and they may be conscious. ഇതാണ് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് അല്ലേ?
Then status of a patient who require hospital admission is dash. എന്താണ്? Inpatient. Status of a patient who require hospital admission, inpatient. Observation അല്ല. Observation അല്ല കേട്ടോ. Yes. What is the medical term for scar that typically only affects the skin? What is the medical term for scar that typically only affects the skin? Contusion, laceration, abrasion, abscess. എന്താണ് വരുന്നത്? ചർമ്മത്തിനെ എത്തിക്കുന്ന പോറുകൾ നമ്മൾ പറയുന്ന പേര് ഏതാണ്? അബ്രാഷൻ ആണ് അല്ലെ? അബ്രാഷൻ. A bulge in the wall of an artery, a bulge in the wall of an artery that can weaken it and lead to rupture is a bulge in the wall of an artery that can weaken in and lead to rupture is aortic dissection, thrombosis, aneurysm, embolus. ഇതായിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ, അനൂറിസം ആണ്. Aneurysm. Okay. A tumor or growth that is not cancerous is referred to as a tumor or growth is not cancer is referred to as malignant, benign, chronic, acute. എന്താണ് വരുന്നത്? ട്യൂമർ ആണ്, പക്ഷെ നിങ്ങൾക്ക് ക്യാൻസർ ആയിട്ടല്ല അതിന് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? മാലിഗൻ, പെൻഷൻ, ക്രോണിക്, അക്യൂട്ട്. എന്താണ് സിറ്റുവേഷൻ ആണ്? മാലിഗൻ ആണോ? നോക്കൂ, usually in reference, benign നോക്കിയേ, benign text നോക്കിയേ, usually in reference to tumor or growth meaning not cancerous, malignant. ആൻസർ എന്താണ് വരുന്നത്? benign ആണ് കേട്ടോ, benign ആണ്. സോറി, benign ആണ്, benign. സോറി, benign അല്ല കേട്ടോ, benign. benign അല്ല, benign. Okay. The bluish discoloration of the skin resulting from a lack of oxygen in the blood is called discoloration. Bluish discoloration manifestation ഏതാണ്? Jaundice, cyanosis, pallor, erythemia. ഏതാണ് ആൻസർ വരുന്നത്? സയനോസിസ് ആണ് അല്ലെ? സയനോസിസ് ആണ് കളർ ഡിസ്കളറേഷൻ, ബ്ലൂയിഷ് ഡിസ്കളറേഷൻസ് വരുന്നതിന് കാരണം. ഓക്കെ. What is the term for, this is question, what is the term for a blood clot within a blood vessel that affect normal blood flow? What is the term for a blood clot within a blood vessel that affects normal blood flow? Yes, very good. എന്താണ്? thrombosis ആണ് അല്ലെ? thrombosis ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് ആർട്ടറിയില്. സോറി, ബ്ലഡ് വെസൽസില് നോർമൽ ബ്ലഡ് ഫ്ലോനെ അഫക്ട് ചെയ്യുന്നതാണ് thrombosis എന്ന് പറയുന്നത്. ഓക്കെ. An uncoordinated quivering movement of heart muscle is known as normal sinus rhythm, bradycardia, arterial fibrillation, angina. അതായിരിക്കും arterial fibrillation ആണ് ട്ടോ. arterial fibrillation ആണ്. normal sinus rhythm അല്ല, arterial fibrillation ആണ്. പെട്ടെന്ന് നമ്മള്
ഹാർട്ട് മസിൽ എന്ന് കേൾക്കുമ്പോൾ നോർമൽ സൈനസ് റിതം അല്ലെങ്കിൽ ബ്രാഡി കാർഡിയ എന്നൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ആവും. ശ്രദ്ധിക്കുക, അത് തെറ്റാണ് കേട്ടോ. എന്താണ് ഹാർട്ട് മസിൽസിൽ, അതായത് ക്യൂറിംഗ് മൂവ്മെന്റ്സ് വരുന്നത് ഹാർട്ട് മസിൽസിൽ ഏത് സിറ്റുവേഷൻസിലാണ്? ആർട്ടീരിയൽ ഫൈബ്രിലേഷനിലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, abnormally low blood pressure is referred as to, abnormally low blood pressure is referred as to, low blood pressure എന്ന് പറയുന്നത് hypertension, hypotension, bradycardia, thrombosis. ഏതാണ്? hypotension ആണ് കേട്ടോ. hypotension ആണ് മാർക്ക് വരുന്നത്. In normal heartbeat pattern, usually between 60 and 80 beats per minute in an adult is called dash. A normal heartbeat pattern, usually between 60 and 80 beats per minute. 80 beats and 60 to 80 beats വരുന്ന സിറ്റുവേഷൻ ഏതാണ്? ബ്രാഡികാർഡിയ, ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ, ടാക്കികാർഡിയ, നോർമൽ സൈനസ് റിതം. ഏതായിരിക്കും? ഓപ്ഷൻ ഡി അല്ലെ, നോർമൽ സൈനസ് റിതമാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. യൂഷ്വലി 60 ആൻഡ് 80 ബീറ്റ്സ് പെർ മിനിറ്റ്സ് ആണ് അവരുടെ അഡൽട്ടില്. ഇത് നമ്മൾ പറയുന്നതാണ് എന്താ? നോർമൽ സൈനസ് റിതം എന്ന് പറയുന്നത് സാധാരണ ശ്വാസോച്ഛ്വാസമാണ് കേട്ടോ. ഹാർട്ട് ബീറ്റ്സ് ആണ് അത് സൂചിപ്പിക്കുന്നത്. Another name for a heart attack where the heart is deprived of blood is. Another name of heart attack അല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ടെക്നിക്കലി കോൾ ചെയ്യുന്നത്, ടെക്നിക്കലി പറയുന്ന പേരെന്താണ്? cerebrovascular accident, myocardial infarction, sepsis. None of the above. ഏതായിരിക്കും? ഹാർട്ട് അറ്റാക്കിന് നമ്മൾ പറയുന്ന മറ്റൊരു പേര് ഏതാ? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ് കേട്ടോ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ മറന്നുപോയോ? അനദർ നെയിം ഓഫ് ഹാർട്ട് അറ്റാക്ക് ഏതാണ്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ കേട്ടോ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ സെറിബ്രോവസ്കുലർ ആക്സിഡന്റ് കോമൺലി യൂസ് ചെയ്ത് പറയുന്ന പേരെന്താണ്? സെറിബ്രോവസ്കുലർ ആക്സിഡന്റ് അഥവാ CVA നമ്മൾ കോമൺലി പറയുന്ന, കോമൺലി നോൺ ആസ് ഹാർട്ട് അറ്റാക്ക്, സീഷർ, സ്ട്രോക്ക്, നൺ ഓഫ് ദി അബോവ്. എന്താണ്? സ്ട്രോക്ക് ആണ് കേട്ടോ. പറഞ്ഞു വരുന്നത് സ്ട്രോക്ക് ആണ്. സെറിബ്രോവസ്കുലർ ആക്സിഡന്റ് മോർ കോമൺലി നോൺ ആസ് സ്ട്രോക്ക്. STROKE, stroke. Okay. An X-ray machine that can be used for still or moving images is. An X-ray machine that can be used for still or moving images is fluoroscope, endoscope, stethoscope, catheter. Moving images നമ്മൾ എടുക്കുന്നത് ഏതിലാണ്? ഏത് X-ray machines ആണ്? fluoroscope ആണോ, endoscope ആണോ, stethoscope ആണോ, catheter ആണോ? Yes, very good. Fluoroscope, കേട്ടോ. Fluoroscope. Okay. മറ്റു ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നിങ്ങൾ പണിയ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഷെഡ്യൂൾ ഡ്രഗ്സുകളില്ലേ, സെറ്റ് വരെ, അതൊന്ന് പറ്റാവുന്ന അത്ര ഒന്ന് പഠിച്ചിട്ട് പോരും. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം കേട്ടോ. എല്ലാരും ഷെഡ്യൂൾ ഡ്രഗ്സിൽ വരുന്ന എല്ലാ കാറ്റഗറീസും പഠിച്ചിട്ട് പോരും. ഓക്കെ, അടുത്ത വെനസ്ഡേ. ഓക്കെ, താങ്ക് യു. വെനസ്ഡേ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. പറഞ്ഞില്ലേ, ട്യൂസ്ഡേയുടെ ടൈം ടേബിളിൽ ക്ലാസ് ഉണ്ട്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.